ആ അമ്മമ്മേ, ആ ഇന്നമ്മമ്മ ഒരു മസാലക്കറി അല്ലേ ഉണ്ടാക്കുന്നത്? മസാലക്കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല ആ മോനെ. അതെ, ഒരു മസാലക്കറി ഉണ്ടാക്കാൻ ഞാൻ അമ്മമ്മയോട് പറഞ്ഞിട്ടേ. ആ ആ അതന്നെ, അതല്ലേ ഉണ്ടാക്കുന്നത് അമ്മമ്മ? മസാലക്കറി ഉണ്ടാക്കാൻ അതന്നെ, അത് ആരാന്ന് അറിയില്ല, പേര് ഓർമ്മയില്ലേ ആരാമോ. ആ. ഒരാൾ പറഞ്ഞു അമ്മമ്മയോട് മസാലക്കറി ഉരുളക്കിഴങ്ങും ഇതെല്ലാം ഇട്ടിട്ട് ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും പച്ചപ്പറങ്കിയും കറിവേപ്പിലയും തക്കാളിയെല്ലാം ഇട്ടിട്ടാക്കുന്നത്. തക്കാളിയെല്ലാം പിന്നെ ആക്കിയിട്ട് തക്കാളി അതെ, അങ്ങനെ ആക്കുന്ന മസാലക്കറിയില്ലേ, ആ അത് ആക്കാനാ പറഞ്ഞേ. ഒരു സാധാരണ മസാലക്കറി. സാധാരണ മസാലക്കറി. എന്നാ പിന്നെ അമ്മമ്മ, മല്ലിപ്പൊടിയും ഇതെല്ലാം. അതെ അമ്മമ്മ അരിഞ്ഞു തുടങ്ങിയല്ലേ? ആ എന്തെല്ലാം എടുത്തിന്? ബീറ്റ്റൂട്ട് അരിയുന്നു. അമ്മമ്മ ബീറ്റ്റൂട്ട് അരിയുന്നുണ്ട്. ബീറ്റ്റൂട്ട്, പിന്നെ ഇതിലെന്നാ പാത്രത്തിൽ എന്നയില്ലേ? ഉരുളക്കിഴങ്ങ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ഉള്ളി, ഒരു ഉള്ളി, തക്കാളി, തക്കാളി, രണ്ട് പച്ചമുളക്. പച്ചമുളക്. ആ പിന്നെ പിന്നെ അമ്മമ്മ മറ്റുള്ള തുടങ്ങിക്കോ. പൊടികളെല്ലാം പിന്നെയല്ലേ ചേർക്കണ്ടേ? അതായത് അടുപ്പത്ത് വെച്ചിട്ട് ചേർക്കാം. ആ അങ്ങനെ ഓരോന്ന് ഓരോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കൂല്ലോ മോനെ അമ്മമ്മേൻ്റെ കറി. അതെ, അതുകൊണ്ടല്ലേ അവർ വെക്കാൻ അതുകൊണ്ട് പറയുന്നത്. അമ്മമ്മ എൻ്റെ സാധാരണ കറി, ആ പരിപ്പ് കറിയെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എല്ലാവർക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സാധാരണ പരിപ്പ് കറിയല്ലേ. നമ്മുടെ അമ്മമ്മ ഇടുന്ന് നല്ലോണം മുറിച്ചിടുന്നുണ്ട് പച്ചക്കറിയെല്ലാം. ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ട്. മോനെ ഈ സൈഡിലിരുന്നു. ആ, ഞാൻ ഈ സൈഡിലിരിക്കാം. നമ്മളെ അമ്മമ്മ ഇടുന്ന മുറിച്ചിടുന്ന് അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ അന്നെല്ലാം എല്ലാ കറിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലേ അമ്മമ്മ വെക്കുന്നേ? ആ അമ്മമ്മ വെക്കുന്ന, അമ്മമ്മയോട് കുറേ കറികൾ വെക്കാൻ പറഞ്ഞിട്ടില്ലേ? ചിക്കൻ കറി എല്ലാം വെക്കാൻ പറഞ്ഞേ. ചിക്കൻ കറിയെല്ലാം വെക്കാം. ആ എല്ലാ കറിയും വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം. ആ സമാധാനത്തിൽ വെക്കാം. അടുപ്പൊന്നല്ലേ വെക്കണ്ടു പോനെ. അതെ, ഓരോ ദിവസമായിട്ട് വെച്ചാൽ മതി. ഒരു ഓണം നല്ലോണം കത്തും. പിന്നെ മഴ വരുമ്പോ നമുക്ക് പ്രശ്നമില്ലോ. ആ പുറത്തുനിന്ന് അന്നേരം അടുപ്പ് അകത്തുനിന്ന് കാണൂലല്ലോ. അതെ, മഴക്കാ പ്രശ്നം. മഴക്കാകുമ്പോ ഉള്ളിൽ നിന്നൊന്നും ആക്കാനും കഴിയില്ല. ഉള്ളിൽ നിന്നൊന്നും പറ്റൂലല്ലോ. പുറത്തൊന്നും ആക്കാൻ കഴിയില്ല, ഉള്ളിൽ നിന്നും ആക്കാൻ കഴിയില്ല. അന്നേരം പിന്നെ എന്തെങ്കിലും വേറെ ആയിക്കോട്ടെ. നാരായണൻ എന്നാന്ന് വിളിക്കലുണ്ടാവല്. നാരായണനെ വിളിക്കുന്നുണ്ടാവും, നാരായണനാ. നമ്മളെ നാട്ടില് ഒന്നും നാരായണൻ എന്ന പേര് നാരാട്ടാന്ന വിളിക്കല്. അതെ അതെ, ഒരു നാരായണെന്ന പേരിലെ ഒരാളാണ് ഈ മസാലക്കറി ആക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മമ്മയോട് എഴുതിയിട്ടുള്ളത്. എന്നാ പിന്നെ ഞാൻ മസാലക്കറി വെച്ചിട്ട് കാണിച്ചു തരാം. നാരായണൻ എന്ന നാരായണേട്ടൻ. ആ അമ്മമ്മയോട് പിന്നെ ഇതേ നാരാട്ടൻ തന്നെ ഒരു വീഡിയോയിൽ തന്നെ ഒരു ഹായ് പറയോ പേര് പറഞ്ഞിട്ട് പറയോ എന്ന് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ പേരാ? ആ അല്ല, അവരെ പേര് നാരാട്ടന് ഹായ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പറയണ്ട, അല്ലെങ്കിൽ നാരായണനിലാക്ക് ഹായ്. ഇപ്പം പറയണ? ആ പേരിൽ തന്നെ പറഞ്ഞോ, വീഡിയോയിൽ തന്നെ പറഞ്ഞോ. വീഡിയോയിൽ പറയണമെന്നാണ് എഴുതിയിട്ടുള്ളത്. ഒരു ഹായ് വീഡിയോയിൽ പറയുമോ അമ്മമ്മ എന്ന്. അവരെ പേര് പറഞ്ഞിട്ട് പറയണം പോലും. നാരായണേട്ടൻ. നാരായണൻ അതെ, നാരായണൻ നാരാട്ടൻ. നാരായണൻ നാരാട്ടൻ. അവർക്ക് അമ്മമ്മേന്റെ ഒരു ഹായ് പറഞ്ഞു. അതെ, അവരെന്നെ പറഞ്ഞു ഈ കറിയാക്കാനും. എന്നാ ഈ കറിയാക്കിട്ടാകുമ്പോ ഒരു ഹായും കൂടെ നാരായണേട്ടനോട് പറയൂ. അതെ, മുറിക്കുമ്പോ ഒരു ഹായ് പറഞ്ഞതാ. നാരായണൻ നാരായണേട്ടൻ. ശരി, അതെ, ഓക്കെ. എന്നാ പിന്നെ അമ്മമ്മ അരിഞ്ഞിട്ടോ. കഴുകട്ടോ? കഴുകാനാ? കഴുകണം. കഴുകിട്ട് അരിയിട്ട് വേഗം. നമ്മളെ അമ്മമ്മ ഇത് കഴുകുന്നുണ്ട്. ബീട്രൂട്ടിന്റെ കളറല്ലേ മൊത്തം. ബീട്രൂട്ടോ കഴുകാഞ്ഞാൽ ഇവന് ഇത് പൊടി ഉണ്ടാവൂലേ? അതെ, കഴുകിക്കോ. ചിലവരിത് കഴുകൂലോ മോനെ? ഇത് ബീട്രൂട്ടാ. കഴുകുമായിരിക്കും, കഴുകാണ്ടാക്കുവാ. കഴുകുമായിരിക്കും. ഇത് ബീട്രൂട്ട്. ബീട്രൂട്ടായി. ഉള്ളി.
തക്കാളി ഒരു പ്രാവശ്യം കഴുകിയതാണ്, ഇത് രണ്ടാമത്തെ പ്രാവശ്യം കഴുകുന്നു. ആ ഇത് ഉരുളക്കിഴങ്ങ്, ആ ഇത് പച്ചമുളക്. അപ്പം എല്ലാം ആയി അല്ലേ? ഇനി കരിവേപ്പില കുറച്ച് കഴിയുമ്പോൾ അമ്മമ്മ പറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ആ അതായിരുന്നു അമ്മ പോയി പറിച്ചാൽ മതി. പറിക്കുമല്ലോ ഉണ്ട്. വീട് തന്നെയല്ലേ? ആ എന്നാ ഇത് അരിയട്ടെ. ആ നമ്മളെ അമ്മമ്മ അരിഞ്ഞിടാൻ പോകുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണോ? വേണ്ട, അരി മറ്റേ നമ്മൾ സാമ്പാറിലെല്ലാം ഇടുന്നില്ലേ അത്ര മതി അല്ലേ? അതുപോലെ മതി. അതാ പിന്നെ അരിഞ്ഞോ? സാമ്പാറിൽ പിന്നെ നീളത്തിലല്ലേ അരിയാ. ആ ഇത് ഇതുപോലെ അരിയുണ്ട് ആ ഉരുളക്കിഴങ്ങ്. അവരെ വീട് എവിടെയാന്ന് പറഞ്ഞേ? അറിയില്ല, അത് അറിയില്ല. അവര് ഇങ്ങനെ പറയാൻ പറഞ്ഞ ഇതിൽ എഴുതിയതാണ്. നമ്മൾ വേറെ കറി വെക്കുന്നതിന്റെ അടിയിലേ, കറി വെച്ചതിന്റെ അടിയിലില്ലേലും അവരെഴുതിയതാ ഇനി ഈ കറി വെച്ച് തരുമോ അമ്മമ്മന്ന്. നാരായണൻ നാരായണേട്ടൻ അല്ലേ? ആയിക്കോട്ടെ. പിന്നെ ഒരു ഹായ് പറയാനും പറഞ്ഞിനി. അതെപ്പോ ഓർമ്മിക്കാം. അന്നേ പറഞ്ഞാന്ന് കൊറേ ആയി. മസാലക്കറിയെല്ലാം വെക്കാൻ പറഞ്ഞിട്ട് കൊറേ ആയി. പിന്നെ അതിലടിയിൽ വേറെ എന്തെല്ലോ വെച്ചില്ല മോനെ. അത് വേറെ എന്തെല്ലോ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കായ് വറവലാക്കിയില്ലേ? കായ് വറവ് അതെല്ലോ അല്ല അതിനെല്ലാം വരുന്നുണ്ട്, എന്തെല്ലോ അഭിപ്രായം വരുന്നുണ്ട്. ബീഫ് കറിയിലാക്കാൻ പറഞ്ഞിനി. എല്ലാം അമ്മ ഓരോരോ പ്രാവശ്യമായിട്ട് ആക്കും. കറി മറ്റേ മല്ലിപ്പൊടിയെല്ലാം ചൂടാക്കിയിട്ടില്ലേ ബീഫ് കറി? അമ്മമ്മ കറിയും പോലെ ആക്കിയാൽ മതി. അതെല്ലാം അമ്മമ്മ ഓരോ പ്രാവശ്യമായിട്ട് ആക്കും. ഇനി ഓരോ പ്രാവശ്യമായിട്ട്, ഒരു പ്രാവശ്യം ബീഫ് കറി, ഒരു പ്രാവശ്യം ചിക്കൻ കറി. അതെ, പിന്നെ പ്രാവശ്യം വേണമെങ്കിൽ പിന്നെ ഉണക്ക് കറി. ഉണക്ക ചെമ്മീന്റെ ചമ്മന്തി പറഞ്ഞേ. ഉണക്ക ചെമ്മീന്റെ ചമ്മന്തി ആക്കി കാണിക്കാം. അമ്മ അമ്മിയെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കഴുകിയിട്ട്. അതല്ലേ അമ്മ അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അത് ഇതാവുന്നായിട്ട്, വെയിൽ കൊള്ളുന്നായിട്ട്. വെയിൽ കൊണ്ടാൽ അതിന്റെ അരം പോകുന്നു പറയുന്നു അമ്മ. അമ്മമ്മേരെ അമ്മയില്ലേ, ഇപ്പൊ അവര് നനച്ച് തിന്നണമെന്ന് പറയുമ്പോലെ അമ്മക്ക് മിക്സറാ ഇഷ്ടം. മിക്സർ ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്ത് ചായയും കൊടുത്താൽ അവിടെ ഇരുന്ന് കഴിച്ചോളും. എപ്പം പറയും മിക്സർ വാങ്ങിക്കൊണ്ട് തരണം, അങ്ങനെ കഴിക്കും. ബീട്രൂട്ട് ഉരുളക്കിഴങ്ങും അരിഞ്ഞു മോനെ. ഇനി ഉള്ളി അരിയുന്നേ. ഉള്ളി അരിഞ്ഞോ? ഞാൻ ഒന്ന് അടുത്ത് കാണിച്ചാൽ അമ്മ അരിയുന്നത്. ഈ പാത്രത്തിൽ തന്നെ വെക്കുന്നത്? ഇതിൽ തന്നെ വെക്കാം. അതിൽ വെച്ചോ. ഒരു ബീട്രൂട്ട് മതി, എന്നാ വെച്ചാൽ അല്ലെങ്കിൽ അധികമായി പോകും. അത്രയില് പിന്നെ അമ്മ ഒറ്റക്ക് കഴിക്കണ്ടേ? അതെ, കൂടുതലായി പോകും. അതെ, അല്ല ഇത് 3-4 കൂട്ടേണ്ടിണ്ട്. അതെ, കുറെ ആക്കിണ്ട്. അതെ, അല്ല നമ്മ എല്ലാരും കൂട്ടിയാലും തീരൂല. ഇത് പിന്നെ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് മോനെ ഫ്രിഡ്ജിലെല്ലാം വെച്ചാലേ, ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ട് കഴിക്കുന്നവർക്ക് കഴിക്കൂലേ? അവർക്ക് പറ്റും. നമ്മയൊന്നും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ. അന്നേരം തന്നെ വെച്ചിട്ട് ചൂടോടെ കഴിക്കുന്നല്ലേ. വേണ്ടാത്തത് ഓമനക്കുട്ടി. തലേന്നത്തത് പറ്റൂല. ഏതും ഓമനക്കുട്ടിക്കും കൂടി കൊടുക്കുമ്പോ തീർന്നോളൂ, നാളത്തേക്കൊന്നും ഉണ്ടാവില്ല. ഓമനക്കുട്ടീനെ അഭിപ്രായം പറയുന്നുണ്ടാ? ഓമനക്കുട്ടീനെല്ലാം നല്ല അഭിപ്രായമുണ്ട്. നല്ല ഓമനക്കുട്ടിയാന്ന് അമ്മമ്മക്കൊരു ഇതിൽ നല്ല ഇതാന്നാ പറയുന്നത് ഓമനക്കുട്ടീനെ. തക്കാളിയും കൂടി അരിയല്ലേ അല്ലേ?
മഴക്കാറുണ്ടെന്ന് തോന്നുന്നല്ലോനെ. ആ അതെ, കൊറേ ദിവസമായി ഇങ്ങനെ മഴ പെയ്യും. ഇവിടെ വെയിലില്ല, അതുകൊണ്ട് തീരെ വെയിലില്ല അല്ലേ. വെയിലില്ല ഉച്ചക്ക്. മഴ പെയ്താലും പ്രശ്നമാണ്, പിന്നെ നമുക്കൊന്നും വെക്കാൻ കഴിയില്ല, പിന്നെ ഒരു കറിയും വെച്ച് കാണിക്കാൻ കഴിയില്ല. തന്നെ വെയിലായിരിക്കും. അതെ, ഉള്ളിൽ നിന്ന് വെച്ചാലാണെങ്കിൽ പിന്നെ കാണൂല. മഴ ഉണ്ടാവലുണ്ട് ഈ കുംഭമാസം ഇല്ലോനെ. ആ കുംഭമാസാണ് അമ്മമ്മേരെ നക്ഷത്രമെല്ലാം വരുന്നേ. ആ ഫെബ്രുവരിയിൽ ആ കുംഭഭരണിയില്ലേ, ആ കുംഭഭരണിയിലാണ് അമ്മമ്മേരെ നക്ഷത്രം. ഭരണി ആ കുംഭത്തിലേക്ക്. ഏതെങ്കിലും ജ്യോത്സ്യനെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മമ്മേരെ ഭരണി നക്ഷത്രത്തിലേ അമ്മമ്മക്ക് എങ്ങനെയാണ്, കഷ്ടപ്പാടാണോ നല്ലതാണോ എന്നെല്ലാം അറിയണ്ടേനു. അങ്ങനെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നക്ഷത്രത്തിലേ നമുക്ക് മോശ കാലാന്നോ നല്ല കാലാന്നോ നല്ല ഒന്ന് പിന്നെ ഇതിലേക്ക് ഇടണം എൻ്റെ മോൻ്റെ മൊബൈലിലേക്ക്. ഏതെങ്കിലും ഈ ജ്യോത്സ്യം പഠിച്ചവര് ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ഭരണി നക്ഷത്രമാണ് കുംഭത്തിലത്തെ. അതിലെല്ലാം പറയാ എങ്ങനെയുണ്ട് എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇവരെ അഭിപ്രായം കൂടി തന്നെ ഇടുമായിരിക്കും, കാര്യം കാണുന്നുണ്ടെങ്കിൽ ഇടാൻ പറയും. അല്ല മോശമാണോ ഇതല്ല പച്ചമുളക് കരിയുന്നുണ്ടോ? ആ പച്ചമുളക് കരിഞ്ഞ പച്ചമുളകും കൂടി അരിഞ്ഞ ആയില്ലേ. എന്നാ പിന്നെ അമ്മമ്മ ഇത് അടുപ്പത്ത് വെക്കാന്നാല്. അടുപ്പ് കത്തിക്കണ്ടേ? ആ എന്നാ പിന്നെ നമുക്ക് അടുപ്പത്ത് വെക്കുമ്പോൾ കാണാന്നാല്. ആ ഇത് ഇതാ അമ്മമ്മ അരിഞ്ഞിട്ട് ഇതാ. ഇത് നമ്മളെ അമ്മമ്മ ഇതിലേക്ക് പൊടി ഇടുന്നുണ്ടേ. നമ്മളെ കറി ആക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയാ? ഏത്? ആ മസാല. ആ ബീഫിൻ്റെ മസാല അല്ലേ ഇത്? നമ്മ മസാലക്കറിൽ ബീഫിൻ്റെ മസാല ഇട്ടിട്ടുള്ളത്. നല്ലോണം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. ഇത് മല്ലിപ്പൊടി. ആ അമ്മ മല്ലിപ്പൊടി ഇടുന്നുണ്ട് അതിലേക്ക്. അമ്മ നമുക്ക് ശരിക്കും ഇറക്കിക്കോല്. വെളിച്ചെണ്ണ ചോദിച്ചാ അത് കരിഞ്ഞ പോലെ. എങ്കിൽ അത്ര വെളിച്ചെണ്ണ മതിയാ? അമ്മ ഇറക്കിക്കോ. ആ വലിയത് തന്നെ പുറത്തേക്ക് വെച്ച വലിയ ഉള്ളി. അമ്മമ്മ നല്ലോണം ഇളക്കുന്നുണ്ട്. അതെ, നമ്മളെ അമ്മമ്മേൻ്റെ അധികം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിയെല്ലാം ഇട്ടിട്ട്. ഇനി മുളക് പൊടി. ഇനി ഏത് പൊടി ഇടാനല്ലേ? മുളക് പൊടി കുറച്ചിടണ്ടേ? മറ്റേ മസാലപ്പൊടി എരിവ് കുറവാണോന്ന് അറിയാനേ. അതെ, എന്നാ പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടോ. മഞ്ഞപ്പൊടി. ആ നമ്മളെ അമ്മമ്മയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാ? ഇത് മുളക് പൊടി. ആ മുളക് പൊടി ഇട്ടോ. ഇട്ടിനി കൂടുതലാണോ എന്നറിയില്ലല്ലോ. ആ അമ്മമ്മ പിന്നെ ഒന്ന് മിക്സ് ആയിക്കോ. തീ നല്ലോണം കത്തുന്നുണ്ടല്ലേ? കത്താൻ തുടങ്ങിയ അങ്ങനെ തന്നെ. അതെ, അല്ലെങ്കിൽ കത്തുകയില്ല. കത്താ വേഗം വെന്തോടുണ്ട്. നമ്മളെ അമ്മമ്മ നല്ലോണം മിക്സ് ആയി കൊടുക്കുന്നുണ്ട്. തിളക്കും വേഗം. ആ ഉണ്ട്. അമ്മമ്മ എടുത്തോ, ആക്കിക്കോ. നമ്മളെ അമ്മമ്മ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മസാലക്കറി ഉപ്പിട്ടിന അമ്മമ്മ? ഉപ്പിടട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഉപ്പിടുക.
കുറച്ച് കഴിയുമ്പോൾ ഇട്ടോ. കഴിഞ്ഞില്ലേ അവനെ അത് എല്ലാം ഒന്നിച്ചിടാൻ തോന്നുന്നു അല്ലേ? എന്നാ ഇട്ടേ കുറച്ചിട്ടേ. ഉപ്പി കൊണ്ട് കൊണ്ടുവന്നിനാ? ഇതല്ലേ ആ എന്നാ ഇട്ടോ. കല്ലുപ്പാ ഇത് കഴിഞ്ഞിട്ട് അമ്മമ്മ നാളെ മറ്റേ മേണിക്കായി. കല്ലുപ്പ് കഴിയാനായല്ലേ ഇതാ കല്ലുപ്പ്. ആ തീ നല്ലോണം കത്തുന്നുണ്ട്. ഞാൻ ഈ സൈഡിൽ നിന്നിട്ട് കാണിച്ചു തരാം. അടക്കണ്ടവനെ അമ്മ ഒരു പാത്രം എടുത്ത് അടച്ചു അത്. കുറച്ച് തുറക്കട്ടെ. ചിക്കത്തുനിന്ന് നല്ലോണം കണ്ടുകൂട്ടെല്ലാവരും. ആ കാണുന്നുണ്ട്. നമ്മളെ പാചകം അടുപ്പിൽ കത്താതിയല്ല നല്ലോണം പോവും. ഇതെല്ലാം അമ്മമ്മേരെ പാത്രങ്ങൾ ഇതിന്റെ സൈഡിൽ വെച്ചിട്ടുള്ളത്. അമ്മ ഓരോന്ന് മേടിച്ചതാ ഇങ്ങനെ വെളിച്ചെണ്ണ. അമ്മമ്മയോട് ആ സൈഡിലെ തുണിയെല്ലാം അവിടുന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു. അതിൽ പാമ്പാറ്റം കൂടുന്നായിട്ട്. ഏത്? അത് ആ തുണിയില്ലേ അതാ അത് ആ കാണുന്ന. ആ അത് അമ്മമ്മ എപ്പോ എടുക്കുന്നല്ലേ? അത് അടക്കിയാണ്. അടക്കിയാ? ആ ഒരു കഴിഞ്ഞിൻ്റെത്. അത് അമ്മമ്മ എല്ലാ ദിവസവും എടുക്കുന്ന തന്നെയാണല്ലേ? എല്ലാ ദിവസവും എടുക്കുന്നതാണ്. പിന്നെ അത് കടക്കാൻ രാത്രി പിരിച്ചു കൊടുക്കുന്നതാണ്. നായ്ക്കുട്ടിക്കാ? അത് ഓമനക്കുട്ടി കിടക്കുന്ന കുട്ടി കിടക്കുന്നതാണ്. അതാ പുറത്തു കൊണ്ടിട്ടിനി. രാത്രി ആകുമ്പോ ഇവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലേ? രാവിലെ വെയിലത്തിട്ടു. ആ അത് എന്നിട്ട് കിടക്കാനാകുമ്പോ അങ്ങോട്ട് കൊണ്ടിടൂലോ. ഇപ്പൊ നായി കിടക്കുന്നത് കൊണ്ട് അവൻ അറിയത്ത് കൊറേ കഴിയുമ്പോ അല്ലേ കൊണ്ടക്കണ്ടു. അതെ. പിന്നെ രാവിലെ ആടെ കൊണ്ടക്കലാകുമ്പോ ഇഷ്ടൂല. അതാണ്. അതെ. അല്ലാണ്ട് അതൊന്നും ഒരു വേസ്റ്റ് സാധനങ്ങളൊന്നും അല്ല അല്ലേ? രാവിലെ ഇത് എണീച്ച് പോയപ്പാട് അമ്മമ്മ വെയിലത്ത് കൊണ്ടിട്ടു. ആ പായും ഇതുമല്ലോ. ആ ഒന്നും വേസ്റ്റ് അല്ലല്ലോ ഒന്നും. ഇല്ല എല്ലാം നല്ലതാണ്. അമ്മമ്മ ആവശ്യമില്ലോണ്ട് ആടെ എടുത്തു വെച്ചാണ്. അല്ലാണ്ട് വേസ്റ്റ് പാമ്പ് കൂടെ എനകാട് എപ്പം വെക്കൊന്നുമില്ലല്ലോ. അതെ അതെ ഓമനക്കുട്ടിക്ക് കിടക്കേണ്ട ഇതെല്ലാന്ന് പായും വിരിപ്പും പുതപ്പിക്കും. അതെ. അപ്പൊ രാത്രി എന്റെ അങ്ങനെ കടത്തലാന്ന് ഓമനക്കുട്ടീനെ. രാവിലെ ഈ സൈഡില് അമ്മമ്മ വെയിലിടിയാ നല്ലോണം. അടിയിലുള്ളത് അടക്കിയും ബാക്കി നായ്ക്കുട്ടിയുടെ ഇതുവാന്നല്ലേ? തുണിയില് കുറച്ച് അടക്കാനെ അവര് കഴിഞ്ഞില്ല. നാട് ഇങ്ങനെ വെച്ചിട്ടല്ലാണ്ട് വേറെ വേസ്റ്റ് ഒന്നുമില്ല. മഴ വരുമ്പോ എടുത്തിട്ട് അവിടെ വെച്ചതാണ്. അത്രേ ഉള്ളൂ. മഴ ഇങ്ങനെ കാണുന്നില്ലേ? അതെ. അത് നനഞ്ഞു പോകൂല ഉണങ്ങീനി. അതെ ഒരാള് പറഞ്ഞ അത് എന്തോ എടുത്തു മാറണ അല്ല അതിലൊന്നും ഇല്ല കാര്യമായിട്ട്. ഞാനും അറിയില്ല എന്നാന്ന്. ഒന്നുമില്ല അതിന്റെ. അത് നായ്ക്കുട്ടിക്കും പിന്നെ ഒന്ന് രണ്ട് വിറക് അത് അടക്കിയാ മൊത്തം അടക്കിയാന്ന്. അല്ല മൊത്തം അടക്കിയ അതിന്റെ അത്. ഇതാ ഞാൻ അടുത്ത് പോയി കാണിച്ചു തരാം. വെക്കൂല. ഇത് ഇതാണ്ടാ ഇത് വിറക് നനയുന്നായിട്ട് ഇത് അടക്കിന്താ ഒന്നുമില്ല അതിന്റെ ഉള്ളിലൊന്നുമില്ല. എന്താ അതെ ഓമനക്കുട്ടിയുടെ തുണികളല്ലേ അത് മൊത്തം? അത് ഇന്ന് എടുത്തു വെച്ചു. അത് മഴ വരുമ്പം പോകൂലേ? വെയിലത്ത് എപ്പോ ഇടും അത് കിടക്കുന്ന. അതിന് ചെള്ളാനൊക്കെണ്ടെങ്കിലേ വെയില് കൊള്ളുമ്പോ പോവല്ലേ? അതെ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വൃത്തികേടെ കണ്ടൂടാ. അതെ പൊതുവെ ഞാൻ അത് രാവിലെ ചെറിയവര് നായി കിടന്നെടുക്ക അടിക്കുകയും കൂടിയില്ല. രോമം ഉണ്ടാവും. അങ്ങനെ തന്നെ കിടക്കും. പക്ഷെങ്കിൽ നല്ല വൃത്തിയുള്ളതാണ്. പൂച്ചയായാലും ഇവിടുത്തെ. അതെ ഇതാ ഈ സൈഡിലുണ്ട് ബാക്കിലുണ്ട് പൂച്ചയാണ്. പൂച്ചക്കുട്ടി ബാക്കിലുണ്ട്. ഇതാ മുഖം കഴുകുന്ന ആരും അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത ഇതല്ല അമ്മമ്മേൻ്റെ അടുത്തുള്ളത്. എന്നാ പിന്നെ നമുക്ക് ഇത് വിറക് ഞാൻ ഉള്ളിലേക്ക് കുന്താന്നാ കുറച്ച് കത്തിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഉള്ളിലേക്ക് വെക്കാം. ഏത് പ്ലാസ്റ്റിക് അമ്മമ്മ കത്തിച്ചോളൂ. അമ്മമ്മ കത്തിച്ചോ വേണ്ട അത് മാറ്റി വെച്ചാൽ അത് പിന്നെ അമ്മമ്മ മാറ്റി വെച്ചാൽ മതിയോ? പ്ലാസ്റ്റിക് അല്ലേ? അടച്ചു വെച്ചേ കുറച്ചും കൂടി ഒന്ന് കത്തിച്ചോ. ഇത് കത്തൽ കുറച്ച് കുറവാണ്. ഞാൻ ഊതണോ? ഞാൻ എണീക്കാം. കത്തുന്നുണ്ട് ഇതല്ലേ കത്തുന്നു. നല്ലോണം കത്തുന്നുണ്ട്. നല്ലോണം വറ്റിട്ട് ഒരു കുറുകൂലേ അന്നേരം വാങ്ങാം. നമ്മളെ കറി നല്ലോണം വെള്ളം വേണ്ടല്ലോ അതിന്. കുറച്ചൊരു ഇതാവണ്ടവനെ നല്ലോണം വേവണം അല്ലേ? കഷ്ണെല്ലാം വേവണം. അമ്മമ്മേരെ പുതിയ തോർത്തല്ലേ ഇത്? അമ്മമ്മ പുതിയ തോർത്ത്. ഇത് വറക് കുറുക്കാൻ പോകുമ്പോ എടുത്തിന്. എന്നിട്ട് ഇങ്ങനെ അമ്മമ്മ മേത്തിട്ടു.
ആ ഓമനക്കുട്ടി തോർത്തല എടുത്തിട്ട് വരുവോ ഇത് ഈ നായ്ക്കുട്ടി ബാക്കിൽ അമ്മമാരെ തോർത്ത് കടിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകുന്നു. അവിടുന്ന് ഒരു അടി കൊടുത്തു. എന്റെ തോർത്ത് കൊണ്ടാടാന്ന് പറഞ്ഞിട്ട് തോർത്തില്ല അവനെ എടുത്തുകൊണ്ട് പോയി. ഈ വർഗ അമ്മമ്മ എടുത്തിട്ട് വന്നല്ലേ? ഇത് കുറച്ച് എടുത്തു, പിന്നെ കുറച്ച് അകത്തും വെച്ചു. മഴ വന്നു നനഞ്ഞൂലെന്ന്. അതെ. പിന്നെ ഇതിങ്ങനെ കെട്ടി മാവിന്റെ പൂവെല്ലാം ഇത് അമ്മമ്മ ഇങ്ങനെ കെട്ടി വെച്ചതാണ്. പാചകം ചെയ്യുന്നത് വെക്കുന്നതെല്ലാം പൊടി നന്നായിട്ട്. ഇനിയിപ്പോ മഴ വന്നു കഴിഞ്ഞാ പിന്നെ നമ്മളൊന്നും നടക്കൂല അല്ലേ? പണിയൊന്നും നടക്കൂല. മഴ വന്നാല് അകത്തുനിന്ന് വെക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉള്ളിന്ന് വെച്ചിട്ട് കാര്യമില്ല. നമ്മള് ഈ ഫോണിലൊന്നും കിട്ടുന്നില്ല. ഫോണിൽ ഉള്ളിൽ ഒരു ഇരുട്ട് പോലെയാ. പോരാണ്ട് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, വലിയ ലൈറ്റ് ഇല്ലല്ലോ. ഇപ്പൊ മഴ വരൂല. ഇപ്പൊ ഈ സാധാരണ ഒരു മഴയല്ലേ കുംഭമഴ എന്ന് പറയുന്നത്. കുംഭത്തില് മഴ പെയ്യും മോനെ. അതെയാ? കുംഭത്തില് മഴ പെയ്യുന്നു. അമ്മമ്മ മഴ പെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റാറ്റോ ഇട്ടിട്ട് ഇതിങ്ങനെ അടച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ ഉള്ളിൽ ആ ഷീറ്റ് എടുത്ത് പൊത്തി വെക്കലുണ്ട്. ഇത് ഈ ടിന്നിന്റെ ഷീറ്റ് അല്ലേ? അത് രാവിലെ എടുത്ത് മാറ്റിയതാണ്. ഈ പൂച്ചക്കുട്ടി അതിന്റെ സൈഡിലൊക്കെ കിടക്കുന്നു. ഇപ്പൊ കറി നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ബീറ്റ്റൂട്ടിന്റെ സോപ്പ് കളർ. മല്ലിപ്പൊടി ഇടുന്നേനി? മല്ലിപ്പൊടി അത് മതി, അത് മതി. ഇങ്ങനെയെല്ലാം വെച്ച് കാണിക്കാൻ അമ്മമ്മക്ക് താല്പര്യം തന്നെയാണ്. കഴിയുന്നുണ്ടെങ്കിൽ കഴിയുന്നത് വരെ ഇങ്ങനെ ചെയ്തു കൊടുക്കാ പറയുന്നവർക്ക്. അതെ. തടിക്ക് സൂക്കാടൊന്നും അമ്മമ്മക്ക് അങ്ങനെ ഇല്ലാതെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയൊന്നും രോഗങ്ങളൊന്നും ഇതുവരെ അങ്ങനത്തെ ഒന്നും ഇല്ല. അവനെ ഒരു തലവേദനയോ മറ്റേ അമ്മമ്മക്ക് എപ്പോ ഒരു ഇതാണ് പനി വന്നാൽ പിന്നെ എണീക്കാൻ പറ്റാതെ പനിയാണ്. ഈ കൊല്ലം ഇല്ല, പനിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ്. നല്ലോണം തിളക്കുന്നുണ്ടല്ലേ? ഒന്നും കൂടി ഇളക്കട്ടെ. ഒന്നുകൂടി ഇളക്കി നോക്കി. ഇതിപ്പോ ആവുമോ? പെട്ടെന്നാവോ? കുറച്ചും കൂടി ആവുണ്ടോ? വെന്തിനല്ലേ? ബീട്രൂട്ടിന്റെ കഷ്ണം കുറച്ച് വേവ് കുറവുണ്ടാവില്ല, ബാക്കിയെല്ലാം കുറച്ചും കൂടെ വേണം. കുറച്ചും കൂടി അടച്ചു വെക്കുന്ന കുറച്ചും കൂടി അതിൽ ഉപ്പിടാം. കുറച്ചും കൂടി ഉപ്പിട്ട ഉപ്പ് ലേശം കൂടെ അവിടെ ഉണ്ട്. വേണേ ഇതിൽ ലേശം എടുത്തിട്ടതാണ്. അതെ. നമുക്ക് അത്ര വേണം. തിളച്ച് മറിഞ്ഞു പോകുന്ന വെച്ചിട്ട് അടക്കാത്തത്. അതെ, അടച്ചേ. ഇങ്ങനെ അടക്കാം. അങ്ങനെ അടച്ചേ. നല്ല തീയാകുമ്പോ തിളച്ച് മറിയും. അമ്മമ്മ വിറകെല്ലാം എടുത്ത് ശരിയാക്കി വെക്കുന്നു. പായസം വെക്കാൻ പറഞ്ഞ പായസം വെക്കാൻ പറഞ്ഞിട്ടേ പായസം വെക്കാൻ പറഞ്ഞേ. പായസം വെക്കാൻ പറഞ്ഞു ഒരു കൂട് പാല്. അതെ, അന്നേരം അമ്മമ്മ അങ്ങനെ ആക്കിയാൽ മതി. ഒരു കൂട് പാല് വാങ്ങിയിട്ട് പഞ്ചസാരയും പാലും പിന്നെ മുന്തിരിയും മേടിക്കണം. മുന്തിരി അതിലിടണം, വെറുതെ ഇടാം. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കാണിച്ചു ഇങ്ങനെ വെക്കാം. പാൽപ്പായസം ഒരു പ്ലേറ്റിലാക്കി. നല്ല പുകയുണ്ടല്ലേ? നമ്മളെ അമ്മമ്മ അങ്ങോട്ട് പോയി നിൽക്കുന്നുണ്ട്. പുകയായിട്ടല്ലേ? ഞാൻ അടുപ്പിന്റെ അടുത്താ നിൽക്കുന്നത്, തൊട്ട് മുമ്പിലേ ഇരിക്കുന്നത്. അതെന്നാ ചക്കയാ? അത് ചക്കയാ? ചക്കയാ അത്? ഇതൊരു വീട്ടിൽ നിന്ന് ചക്ക തന്നതാണ്. മോനെ കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞിട്ട്. അതെയാ? എന്താ ആവുന്നത്ര അല്ലേ? ആവുന്നത്ര അവര് ഇത് മറ്റേ ഇത് മൊത്തത്തില് വേവിക്കും. ഇതിങ്ങനെ ചെത്തിയിട്ട് ഇത് വേവിച്ചിട്ട് മൊത്തം ഇങ്ങനെ നാലായി കീറിയിട്ട് മൊത്തം വേവിച്ചിട്ട് ഇതിന്റെ കരുളില്ലേ, ഈ കരുളി ചെത്തി കളയാൻ എളുപ്പമാവും. അങ്ങനെ അവര് വറുക്കാൻ വേണ്ടിട്ട് എന്റെ മോളെ മോൻ വന്നിട്ടാകുമ്പോ ഇങ്ങനെ ഒരു ചക്ക കാണിച്ചു കൊടുക്കണം. ചക്കയല്ല, ഇതിന് കണ്ടൽ ചക്ക എന്നാ പറഞ്ഞല്ലോ മോളെ. മോനെ കണ്ടല്
ഇതായിനാ അമ്മമ്മേ. കറിയാ ആ നോക്കട്ടെ. അത് ചക്കയാടെ തന്നെ വെച്ചേ. അത് അമ്മമ്മേനെ എന്താക്കാനാന്ന്? അത് വെറുതെ അമ്മക്കൊന്നും കൊള്ളൂല അത്. അതെ അല്ലേ. അതിനെല്ലാം ഉണ്ടല്ലോ അത് ആയിട്ടല്ല. ആയിട്ടില്ല. മൂത്ത ചക്കയാവും. ഇത് വാങ്ങിയേക്കാം. അമ്മ വാങ്ങിക്കോ വാങ്ങിക്കോ. ആയിട്ടുണ്ടാവും ഇത്. കുറേ നേരമായില്ലേ. ആ കരിവേപ്പില ഇട്ടിനെ അമ്മമ്മ? നേരത്തെ ഇട്ടിനല്ലേ. ആ എന്നാ പിന്നെ വാങ്ങിക്കോ. വേറൊന്നും ആക്കാനില്ലല്ലോ അല്ലേ. ആ ബീട്രൂട്ടിന്റെ കളറാണ് അല്ലേ. അടിപൊളി ബീട്രൂട്ട്. ആ അതിന്റെ കളർ അത് അങ്ങനെ തന്നെ അപ്പുറം എടുക്കുന്നെല്ലാം കാണുന്നില്ല. ചോപ്പ് കറി. ആ ഇതിൽ വെളിച്ചെണ്ണ വെക്കണേ. വെളിച്ചെണ്ണ വെച്ചിട്ട് വാങ്ങിക്കോ എന്നാല്. കറി വാങ്ങട്ടെ മോനെ. ആ വാങ്ങിക്കോ വാങ്ങിക്കോ. മസാലക്കറിയായി. കറി റെഡി ആയല്ലേ. പെട്ടെന്നായില്ലേ. അമ്മമ്മേരെ കറി ഇതാ നല്ല കറിയായിട്ടതാ. ചൂട് പറക്കുന്ന. എല്ലാരും കണ്ടോ. അതന്നെ പെട്ടെന്ന് ആയിന്. പെട്ടെന്നല്ലേ. അമ്മമ്മ എന്നാ പിന്നെ ഇത് വേറൊരു കോപ്പയിലോ അതിലായിട്ട് വെച്ചിട്ട് നമുക്ക് എന്നിട്ട് ഇത് ഇപ്പൊ തന്നെ കഴിക്കാം. കുറച്ച് ഇപ്പൊ തന്നെ കഴിച്ചോക്കാം. വെറുതെ കൂട്ടി നോക്കാം. നല്ല മണമുണ്ട്. അതിലേക്ക് എടുക്കുന്നത്. എന്നാ അതിലേക്ക് എടുത്തോ. വെന്തിട്ട് കഷ്ണല്ലോ. വെന്തിനല്ലേ. അമർത്തി നോക്കറാ. അതെ അല്ലേ. പൊട്ടുന്നുണ്ട്. ആ അത് അങ്ങനെ മതി. കറി കുറേ ഉണ്ടല്ലേ. അത്ര ഇപ്പം അത്ര എടുത്താൽ മതി. പ്ലേറ്റിൽ കുറച്ചും കൂടി ഇട്ടോ അതില് പ്ലേറ്റിലേക്ക്. അതെ അപ്പുറത്തേക്ക് എടുക്കാം നമുക്ക്. അപ്പുറത്തേക്ക് എടുക്കാൻ വേറെ വേണ്ട ഇതിൽ തന്നെ മതി. വേറെ പാത്രം ഉണ്ടാ. വേറെ എടുക്കാം. ഇത് അമ്മമ്മ ചെറിയ പാത്രമാണ്. എന്നാ വേറെ പാത്രം എടുത്തിട്ടോ അമ്മമ്മ. പ്ലേറ്റ് എടുക്കട്ടെ. ആ അമ്മമ്മേ പിന്നെ ഇത് ഇവിടെ കൊണ്ടുവന്നല്ലേ മസാലക്കറി. മസാലക്കറി നല്ല മസാലക്കറി ആയിനോനെ. അതെ അല്ലേ. എളുപ്പത്തിലായി. എന്നാ പിന്നെ ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. അമ്മമ്മ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയട്ടെ. ഞാൻ ഈ ഫോൺ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ കഴിയില്ല. ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അമ്മമ്മ ആദ്യം കഴിച്ചു നോക്കി. നല്ല ചൂടുണ്ടല്ലേ. നോക്കി അതിലേ അത് ഇതിൽ കാണുമ്പോ വേവാത്ത പോലെ തോന്നിയാണ്. വെന്തിന് അത് ഇതങ്ങനെ സാധാരണ നമ്മൾ ഈ പീടിയെന്ന് വാങ്ങുമ്പോ ഇത് വെന്തിട്ടില്ലയോ എന്ന് തോന്നും. അതുപോലെ തന്നെ ഉണ്ടാവും. അത്രയില്ലോ. അതന്നെ നല്ല തന്നെയാണ്. നല്ലേ. ഇത് ഉരുളക്കിഴങ്ങ്. ആ ഉരുളക്കിഴങ്ങ് അതെ അല്ലേ. നല്ല രസമുണ്ടോ? നല്ല തന്നെ അല്ലേ. ഹോട്ടലിൽ നിന്ന് തരുമ്പോലുണ്ട്. പൊറോട്ടക്കും ചോറിനും എല്ലാതിനും കൂട്ടാ അല്ലേ. ഏനുമാണ് കൂട്ടാ. എരിവല്ലേ എല്ലാം കണക്കാണ്. കരിവേപ്പിലൊന്നും ഇട്ടിട്ടൊന്നും കാണുന്നില്ലല്ലോ. ചെറുതായിട്ട് കാണായിട്ടാണല്ലേ. അടിയിലായിരിക്കും. അമ്മമ്മയുടെ പോന്ന്. അല്ല അമ്മമ്മ കുറച്ചും കൂടി എടുത്ത് കഴിച്ചോ ഒരു കഷ്ണം കൂടി. ഒരു വേറെന്തെങ്കിലും ചെറിയൊരു കുറച്ച് ചാറ് കൂട്ടി നോക്ക്. ചാറ് സ്പൂൺ എടുക്കട്ടെ. കരിവേപ്പില ഉണ്ടോ നോക്കിയത്? ആ ഇലയുണ്ടല്ലേ. അമ്മ കുറച്ച് ചാറ് കൂട്ടി നോക്കുന്ന നോക്കി. ചാറിന്റെ ടേസ്റ്റ് നോക്ക്. കഷ്ണല്ലേ വെന്തെന്ന് പറഞ്ഞേ. ചാറ് കൂട്ടി നോക്ക്. അടിപൊളിയാണ് അല്ലേ. നല്ല അടിപൊളി കറി. ഇനിയും അപ്പുറത്ത് വരെ കറിയില്ലേ അല്ലേ. ഉണ്ട് പാത്രത്തിൽ ഇനിയും ഉണ്ട്. പാത്രത്തിലുണ്ട്. ഇത് അമ്മമ്മ പ്ലേറ്റിലേക്ക് ആക്കിയതാണ്. അതെ ഇത് അമ്മമ്മ ഇപ്പം തന്നെ എല്ലാം ഉണ്ട്. എരിവ് ഉപ്പ് മസാലേന്റെ എല്ലാം കൂടി ആയിട്ടില്ല. നല്ല വിറ്റാമിനും എല്ലാം വിറ്റാമിൻ സാധനമല്ലോ അവനെ. അതെ. ബീട്രൂട്ട് നല്ല രക്തം വരുന്നല്ലേ ബീട്രൂട്ട്. അതെ. അയ്യോ ഇത് അപ്പൊ പിന്നെ ഇത് അമ്മമ്മ എടുത്ത് കാണിച്ചിട്ട് എല്ലാരും എനിക്ക് കാണിക്കണോ പുറത്തുനിന്ന്? വേണ്ട ഇതിപ്പോ ആയില്ലേ. അമ്മമ്മ ഇരുന്ന് കഴിച്ച് കാണിച്ചില്ലേ. ഇനിയിപ്പം അമ്മമ്മ ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും വെക്കും അല്ലേ.
അടുത്ത വീഡിയോയിൽ ഇനി വെക്കുന്നത് ഒരു ചെറിയൊരു പാൽപ്പായസം. പാൽപ്പായസ? പച്ചരി ഇട്ടിട്ടാ? പച്ചരിയും പാലും പച്ചരിയും പഞ്ചസാരയും. അത്രേ വേണ്ടു? 1 ലിറ്റർ പാല് വേണോ? വേണ്ട, 500ന്റെ പാലിൽ 2 ഗ്ലാസ് പാല് മതിയാവും. 2 ഗ്ലാസ് പാല് മതി. കുറച്ച് ആക്കി കാണിക്കാം അല്ലേ? ഒരു 2-3 നമുക്ക് 2 ആക്കൂലേ ആക്കിയാൽ മതി. എന്നാല് 2 ആക്ക് കുടിക്കണ്ടേ ആക്കാം. 2 ആക്കും കുടിക്കാതിൽ മുന്തിരി ഇടാം. മുന്തിരി അമ്മമ്മ മുന്തിരി ഇടിണ്ടാ? വാങ്ങും അമ്മമ്മ പീടിയെന്ന്. അതെയാ? മുന്തിരി അണ്ടിപ്പരിപ്പും വെറുതെ ഇടാം. ആ എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം ആക്കാം. നല്ല പായസം ആയിട്ട് പിന്നെ അതെ, അടുത്ത പിന്നെ നമുക്ക് അത് കാണിക്കാം. പാൽപ്പായസം വെക്കാൻ അറിയും. അതെ അല്ലേ? പച്ചരി നല്ലോണം വെന്തതിന് ശേഷം പാലൊഴിക്കുക. പാല് നല്ല ഇതായിട്ട് പച്ചരിയും പാലും യോജിപ്പാകുമ്പോൾ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് തിളക്കുമ്പം മുന്തിരിയും അണ്ടിപ്പരിപ്പ് അതിലിടുക. എന്നിട്ട് പിന്നെ തിളക്കുമ്പം അത് വാങ്ങുക. അതെ, അങ്ങനെ പാൽപ്പായസം. നമ്മളെ ക്ഷേത്രത്തിൽ നിന്നൊന്നും അങ്ങനെ മുന്തിരി ഇതൊന്നും ഇടൂല. ആ വീടുകളിൽ നിന്ന് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇടും. ക്ഷേത്രത്തിൽ സാധാരണയുള്ള പാൽപ്പായസമാണ്. അവർ നെയ്യൊഴിക്കും. അതെ, അവർക്ക് അവിടെ നെയ്യുണ്ടല്ലോ ക്ഷേത്രത്തിൽ. അപ്പൊ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ? എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ ഇനി ഒരു പാൽപ്പായസം വെച്ചിട്ട് കാണിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞ്. അതെ, ഇന്നത്തെ ഈ കറി വെക്കാൻ പറഞ്ഞവർക്കും എല്ലാവരും ഹായ്. ഈ കറി വെക്കാൻ പറഞ്ഞ അവല് ഇത് വെക്കാൻ പറഞ്ഞ അവല് വഴക്കാൻ പറഞ്ഞവർക്കും എല്ലാവർക്കും ഒരു ഹായ്. വീഡിയോ കാണുന്ന അതെ, ഹായ് പറയാൻ പറഞ്ഞവർക്കും ഹായ് കൊടുത്തേ അമ്മ. എല്ലാവർക്കും ഹായ്. ഒരു ഹായ് കൊടുത്തേന്നാല് എല്ലാവർക്കും ഹായ്. ഈ കറി കണ്ടിട്ട് അഭിപ്രായം മോന്റെ ഫോണിലേക്ക് ഇടണം. അതെ, പിന്നെ എല്ലാവർക്കും ഒരു ഹായ്, താങ്ക് യു. അതെ, അപ്പോ പുതിയൊരു വീഡിയോയിൽ കാണാം അല്ലേ? പുതിയ വീഡിയോയിൽ ഒരു പാൽപ്പായസം വെച്ചിട്ട് എല്ലാവർക്കും കാണിച്ചു തരും. അതെ, അതാ പുതിയൊരു വീഡിയോയിൽ കാണാം. നിർത്തുന്നു. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.